ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ പ്രധാനമായിട്ടും ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും നമുക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനുണ്ടാവും, ക്യാരക്ടർ സ്കെച്ച് എഴുതാനുണ്ടാവും, അതുപോലെ ഒരു പാസേജ് തന്നിട്ട് അത് എഡിറ്റ് ചെയ്യാനുണ്ടാകും, പിന്നെ ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയറി എൻട്രി ഓഫ് എ ന്യൂസ് റിപ്പോർട്ടർ ഈസ് ഗിവൻ ബിലോ. Read it and answer the questions that follow. അപ്പോൾ ഇതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. Today, I reached Churalamala in Wayanad district at 9 a.m. I was really shocked to see the place of the horrible landslide. I had seen many other floods and storms before, but this disaster was the worst. Many houses were buried in the mud. The whole area was completely washed away. The police, the army, the fire force and the volunteers were busy rescuing the affected people. The army was building a temporary bridge across the river. The rescue effort was hard and time-taking. The rescue workers were bringing the people through a shaky, narrow bridge. The hard work of volunteers, the police, the fire force and the army was beyond words. They never took a break. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പാസേജ് തന്നിട്ടുള്ളത്. ഒരു ഡയറിയാണ് അല്ലേ, ചൂരൽമല പോയി കണ്ട് സന്ദർശിച്ചതിന് ശേഷം അയാൾ എഴുതിയിട്ടുള്ളൊരു ഡയറിയാണ്, ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ അല്ലേ. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ദ റിപ്പോർട്ടർ ഡിസ്ക്രൈബ്സ് ഇൻ ഹിസ് ഡയറി? ആ ഡയറിയിൽ ഈ റിപ്പോർട്ടർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ, ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വർ ഹെൽപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ചൂരൽമല ആഫ്റ്റർ ദ ലാൻഡ് സ്ലൈഡ്? ആരാണ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചൂരൽമലയിലെ ആൾക്കാർ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ദ പോലീസ്, ദ ആർമി, ദ ഫയർ ഫോഴ്സ് ആൻഡ് ദ വളണ്ടിയേഴ്സ്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ ദ ആർമി മെൻ ബിൽഡിംഗ് അറ്റ് ചൂരൽമല? ചൂരൽമലയിൽ ആർമിക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എ ടെമ്പററി ബ്രിഡ്ജാണ് അവർ പടുത്തുയർത്തിയത് അല്ലേ. ആർമി മെൻ ബിൽഡിംഗ് ടെമ്പററി ബ്രിഡ്ജ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ 3ൻ്റെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസ്ക്യൂ വർക്കേഴ്സ് ബ്രോഡ് ദ പീപ്പിൾ അക്രോസ് ദ റിവർ ഡാഷ്. ബി ആണ് ആൻസർ, ദ റിവർ ത്രൂ എ നാരോ ആൻഡ് ഷേക്കി ബ്രിഡ്ജ്. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ വളണ്ടിയേഴ്സ്, ആർമി മെൻ ആൻഡ് ദ പോലീസ് വർക്ക് വിത്തൗട്ട് ടേക്കിംഗ് ബ്രേക്സ്? ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ദേ വർ ട്രൈങ് ടു സേവ് ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. അപ്പം ബ്രേക്ക് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ആളുകളെ ഒന്നും രക്ഷിക്കാൻ കഴിയില്ല അല്ലേ. അപ്പം എത്രത്തോളം ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും അത്രയും ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ റെസ്റ്റ് എടുക്കാതെ, ബ്രേക്ക് എടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തതൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Renji was sad as he lost his magic bat. Mr. Kumar consoled Renji and told him to play with confidence using a new bat. This helped Renji to score 75 runs in the next match. Renji went to Mr. Kumar with laddus. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ രഞ്ജിയും ഈ കുമാറുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, രഞ്ജീൻ്റെ എന്താണ് സംഭവം? എന്താണ്? രഞ്ജി വാസ് സാഡ് ആസ് ഹി ലോസ് ഹിസ് മാജിക് ബാറ്റ്. രഞ്ജിയുടെ മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ കുമാർ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ബാറ്റ് വെച്ച് കളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രഞ്ജി എന്താണ് സ്കോർ 75 സ്കോർ അല്ലേ, റൺസൊക്കെ കിട്ടി. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ കുറച്ച് ലഡുവായിട്ട് നമ്മുടെ കുമാറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ, നിങ്ങളെ സ്റ്റൈലിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. വെൽക്കം രഞ്ജി, യു ലുക്ക് വെരി ഹാപ്പി, വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ രഞ്ജി പറയും ഐ സ്കോർഡ് 75 റൺസ് ഇൻ ദ മാച്ച് അല്ലേ. അപ്പോൾ കുമാർ പറയും ദാറ്റ്സ് വണ്ടർഫുൾ. അപ്പോൾ രഞ്ജി പറയും ഐ ബ്രോട്ട് സം ലഡൂസ്, ഞാൻ കുറച്ച് ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റർ കുമാർ പറയും താങ്ക് യു രഞ്ജി, കീപ് പ്ലേയിങ് വിത്ത് കോൺഫിഡൻസ്. രഞ്ജി ഐ വിൽ സർ. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ നമുക്കവിടെ അവസാനിപ്പിക്കാം. ഈസി അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടോട്ടോച്ചാൻ ആൻഡ് ഹെർ ഫ്രണ്ട്സ് എൻജോയ്ഡ് ദ ബാത്ത് അറ്റ് ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട്. ഷീ റോട്ട് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട് about her experience in that trip.
റൈറ്റ് ദ ലെറ്റർ. അപ്പം നമുക്ക് ലെറ്റർ എഴുതണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ലെറ്ററിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഒരു ഫ്രം വേണം, ഒരു ടു വേണം അല്ലേ? ഒരു ഫ്രമ്മും ടു ഒക്കെ ഉണ്ടെങ്കിൽ ലെറ്റർ ആവുള്ളൂ. സ്ട്രക്ചർ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അതൊന്ന് ബോക്സിലാക്കുക ആദ്യം തന്നെ. പിന്നെ ഇവിടെ ഡേറ്റ് ഇവിടെ എഴുതണം. പിന്നെ ഫ്രം, ആരാണോ എഴുതുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ നമ്മളെ പേര്, ഇപ്പം സപ്പോസ് നീനു എഴുതുന്നു, അപ്പോൾ നീനുവിൻ്റെ അഡ്രസ്സ് ഇവിടെ ഫ്രം എന്ന് എഴുതിയിട്ട് വെക്കണം. പിന്നെ ടു, ആർക്കാണ്, സോറി നീനു അല്ലല്ലോ എഴുതുന്നത് ഇവിടെ നമ്മുടെ ടോട്ടോച്ചാനാണല്ലോ എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടോനെ എഴുതാം. ടോട്ടോ ആണ് എഴുതുന്നത്. ടോട്ടോൻ്റെ ഫ്രണ്ടിന് ടു അഡ്രസ്സ് എഴുതുക. ഓക്കെ, ഇപ്പോൾ നീനുവിനാണ് അയക്കുന്നത്, നീനുവിൻ്റെ അഡ്രസ്സ് ഇവിടെ എഴുതാം. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മുടെ മാറ്റർ ഡിയർ നീനു എന്ന് എഴുതിയിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ തുടങ്ങേണ്ടത് അല്ലേ? അപ്പോൾ എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും അവസാനം, ലെറ്ററിൻ്റെ ഏറ്റവും അവസാനത് ഈ ഭാഗത്തായിട്ട് കേട്ടോ, നമ്മുടെ ലവിങ്ലി, യുവേഴ്സ് ലവിങ്ലി എന്ന് എഴുതിയിട്ട് നമ്മളെ പേര് ഇവിടെ ടോട്ടോച്ചാനാണ് എഴുതുന്നത് അല്ലേ? ടോട്ടോച്ചാൻ. എന്നിട്ടൊരു ഒപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇത്രയും സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ കഥ നന്നായിട്ട് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ ഈ സ്റ്റോറി ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കഥ കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മറക്കരുത്. ഫ്രം അഡ്രസ്സ് വേണം, ടു അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ എഴുതാനും ശ്രമിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പങ്ക്ച്വേഷനും വൊക്കാബുലറി ഒക്കെ അടിപൊളിയായിരിക്കണം. കുത്തിടേണ്ടടുത്ത് കുത്തിടണം, കോമ ചേർക്കേണ്ടടുത്ത് കോമ ഇടണം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. ഈ പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ആൻസർ അവർ തന്നെ തരുന്നുണ്ടായിരിക്കും അല്ലേ? അതിലെഴുതേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് അവർ തന്നെ തരും. നമ്മളതൊന്ന് സ്ട്രക്ചറാക്കി കൊടുത്താൽ മതി. ഒരു ബോക്സൊക്കെ വരച്ചിട്ട് ഇപ്പം നമുക്ക് ആരെക്കുറിച്ചാണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേര് ബോക്സിൻ്റെ നടുവിലായിട്ട് എഴുതാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് എഴുതണമെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ ടാറ്റേനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞല്ലേ? അപ്പോൾ അവിടെ ഹെഡിങ് പോലെ അവരെ പേര് കൊടുക്കണം. ഇവിടെ ഫുൾ നെയിം ഇവിടെ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ മുതൽ തുടങ്ങുക അല്ലേ? തുടങ്ങി ഇനി എന്താ എഴുതേണ്ടത്? നമുക്ക് ഡേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇവരെ സ്റ്റഡീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലെ തന്നെ എന്തൊരു സംഭവം തുടങ്ങുമ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എക്സാമിനകത്തൊക്കെ അവർ ശ്രദ്ധിക്കും. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കിവിടെ പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രത്തൻ ടാറ്റയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം, രത്തൻ നവൽ ടാറ്റ വാസ് ബോൺ ഓൺ 28/90/37 ഇൻ മുംബൈ, ഇന്ത്യ. ഓക്കെ, ആദ്യത്തെ 3 പോയിന്റിൽ നിന്ന് നമുക്കത് കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ. രത്തൻ നവൽ ടാറ്റ വാസ് ബോൺ ഓൺ എഴുതണം കേട്ടോ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. വാസ് ചേർക്കണം. ഓക്കെ ആണോ? അതാണ് ഫസ്റ്റത്തെ സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ സ്കോർ ചെയ്തു. ഇൻട്രോ തന്നെ ഈ 3 സംഭവം വെച്ചിട്ട് നമ്മളൊരു ഇൻട്രോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, അതെന്തോ സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതുന്നു, രത്തൻ നവൽ ടാറ്റ എന്ന് എഴുതുന്നു. എന്നിട്ട് രത്തൻ നവൽ ടാറ്റ വാസ് ബോൺ ഓൺ December 28, 1937 in Mumbai, India. He studied Campen School and Cathedral and John Connon School, Mumbai. Then എന്തെഴുതണം? He graduated from Cornell University College of Architecture, and also he did Advanced Management program at Harvard Business School. ഓക്കെ, അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്തത് കരിയറിലേക്ക് നമ്മൾ വന്നു. അതും അതുപോലെ തന്നെ എഴുതാം. After his education, he joined Tata Group in 1961 and served as the chairman of Tata Group from 1991 to 2012, and conceptualized nano car and developed Tata Group into a global industrial company. അത്ര എഴുതി കഴിഞ്ഞ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അടുത്തത് എന്ത് എഴുതുന്നു? In 2000, he received Padma Bhushan and Padma Vibhushan in 2008, and he passed on 9th October 2024. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആ ബോക്സിൽ ഉണ്ടാകണം അല്ലേ?
അപ്പം പ്രൊഫൈൽ എഴുതാൻ വളരെ എളുപ്പമാണ്. ആൻസറും അവർ തന്നെ തരും. നമ്മളൊന്ന് സ്ട്രക്ചറാക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തോട്ട്സ് എഴുതാനാണ് രഞ്ജിയുടെ. ഓക്കെ. രഞ്ജി ലോസ് ഹിസ് മാജിക് ബാറ്റ് ഓൺ ഹിസ് വേ ടു ദ ഹോസ്പിറ്റൽ. ഹി ബിക്കെയിം സാഡ്. ഹി ബിഗൻ ടു തിങ്ക് അബൌട്ട് ഹിസ് മാജിക് ബാറ്റ് ആൻഡ് ദ റൺസ് ഹി സ്കോർഡ് വിത്ത് ദാറ്റ് ബാറ്റ്. അപ്പോൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക രഞ്ജി അല്ലേ? നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഓ മൈ ഗോഡ്, ഐ റിയലി മിസ് മൈ മാജിക് ബാറ്റ്. ഐ കാൺ എക്സ്പ്ലെയിൻ ഹൗ മച്ച് ഐ മിസ് മൈ ബാറ്റ് അല്ലേ? ദാറ്റ് ബാറ്റ് has given so much of confidence. I can still remember all the moments in the cricket field. The joy of hitting boundaries, the cheers of teammates. Oh, I really miss my magical bat. അത്ര എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിയുടെ തോട്ട്സ് ആയി അല്ലേ? ഫുൾ മാർക്ക് നമ്മൾ അവിടെയും സ്കോർ ചെയ്തു. നിങ്ങൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സ്ക്രീനിൽ എഴുതി കാണിക്കാത്തത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങളെ ഐഡിയയും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എല്ലാ ആൻസറും സഹിതം വേറൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ രഞ്ജിയുടെ തോട്ട്സ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. യെസ്, അടുത്തത് ക്യാരക്ടർ സ്കെച്ചാണ്. ടോട്ടോ ചാനാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? Toto Chan was a very special child. Some instances from her story are given below. Develop a character sketch of Toto Chan from these hints. അപ്പം കുറച്ച് സൂചനകൾ ഇവർ തന്നിട്ടുണ്ട് അല്ലേ ടോട്ടോ ചാനെ കുറിച്ചിട്ട്. ഇനി നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതവിടെ ടോട്ടോ ചാൻ, എ 7-year-old girl, joined Tomoy school. At Tomoy school, she was attentive and did her lesson well. Okay, teachers from old school could not believe her changes. She was amazingly well behaved in the train. She never bullied others, never took to unruly behavior. ഓക്കെ. അപ്പോൾ ഇത്രയും ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടോ ചാൻ എന്താണ്? ടോട്ടോ ചാൻ ഈസ് എ ക്യൂരിയസ് യങ് ഗേൾ ആണ് അല്ലേ? ഷീ ഈസ് വെരി എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് അല്ലേ? ആൻഡ് ഷീ ലൈക്ക് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ തിങ്സ്. അങ്ങനത്തെ ഒരു കുട്ടിയാണ് ടോട്ടോ ചാൻ. അപ്പോൾ നമുക്ക് ടോട്ടോ ചാനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അപ്പോൾ ഈ കഥ ഞാൻ പറഞ്ഞില്ല, ഈ കഥയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മുന്നേ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പോയി കാണാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതും വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇത് എല്ലാം നമുക്കത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? എല്ലാ കോളത്തിലും അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ട്. അത് യോജിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ടോട്ടോ ചാനെ കുറിച്ച് അറിയാം. ഒരു ചെറിയൊരു പാരഗ്രാഫ് ടോട്ടോ ചാനെ കുറിച്ച് എഴുതാം. ഓക്കെ ആണല്ലോ. അടുത്തത് എഡിറ്റിംഗ് ആണ്. അമയാസ് മൊബൈൽ ഫോൺ ഈസ് നോട്ട് വർക്കിംഗ്. ഷീ സെൻറ്റ് എൻ ഇമെയിൽ ടു ദ മൊബൈൽ ഫോൺ കമ്പനി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. അപ്പോൾ എന്താണ്? അമ്മയുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ അവളൊരു മെയിൽ അയച്ചു. ആർക്ക്? മൊബൈൽ ഫോൺ കമ്പനിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഫ്രമ്മും ടു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോറി, ഫ്രം അല്ല, ടു എല്ലാം വെച്ചിട്ട് സബ്ജക്റ്റൊക്കെ കൊടുത്തിട്ട് ഒരു മെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എറർ നമുക്കൊന്ന് നോക്കാം. ഐ ബൈ എ മൊബൈൽ ഫോൺ. ഐ ബൈ അല്ല, എന്താണ് ഇവിടെ വേണ്ടത്? ഐ ബോട്ടാണ് വേണ്ടത് അല്ലേ? ഐ ബോട്ട് എ മൊബൈൽ ഫോൺ ഓൺ യുവർ കമ്പനി ലാസ്റ്റ് മന്ത്. ഫ്രം യുവർ കമ്പനി. ഇവിടെ ബോട്ട് വേണം അല്ലേ? ഇവിടെ ബോട്ട് വേണം. ഇവിടെ ഫ്രം യുവർ കമ്പനി ലാസ്റ്റ് മന്ത്. ബട്ട് ഇറ്റ് വർക്കിംഗ് സ്റ്റോപ്ഡ്. അങ്ങനെയല്ല, ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ. ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. പ്ലീസ് ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. ദ കോപ്പീസ് ഓഫ് ദ നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. ഇവിടെ ദാക്കി എന്താണ് എഴുതേണ്ടത്? ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലേ? പ്രോബ്ലം കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നത്, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്ന എല്ലാം ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തന്നെയാണ്, പക്ഷേ ക്യാപിറ്റൽ ആക്കണം. ദ കോപ്പീസ് ഓഫ് ദി നെസസറി. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. നെസസറിയുടെ സ്പെല്ലിംഗ് എന്താ? നെസസറി. ഓക്കെ. നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. റിഗാർഡ്സ് അമേയ. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം വളരെ സിമ്പിളാണ്. ഇവിടെ ബോട്ട് കേട്ടോ. BOU. സെറ്റാണല്ലോ. അപ്പം
വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് എക്സാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.